നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഇടത് ആശയങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് CPM നിലപാടാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ. CPMനോട് വിധേയത്വ നിലപാട് സ്വീകരിച്ചത് CPIയെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്നും CA അജീർ. പാലക്കാട് ജില്ലയിലെ സേവ് CPI CMP ലയന സമ്മേളനം പാലക്കാട്. ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ ഓടുന്നത് ദുരിതത്തിലേക്കെന്ന് മുന്നറിയിപ്പുമായി ജീവനക്കാർ. കാരണം സൂചിപ്പിക്കുന്നത് പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതിനു ശേഷം യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവുണ്ടായ സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കത്ത് നൽകി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ. കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാലിന് മുകളിൽ 1 കോടി ചെലവിൽ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ലെന്ന് ആക്ഷേപം. കോട്ടായി സെന്ററിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷൻ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 3 മാസം മുൻപ്. ബസ്സുകൾ കയറാത്തതിനാൽ മറ്റു വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് കൈയടക്കി. ബസ് സ്റ്റാൻഡ് ഉടൻ ഉപകാരപ്രദമാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഇടത് ആശയങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് CPM നിലപാടാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ. CPMനോട് വിധേയത്വ നിലപാട് സ്വീകരിച്ചത് CPIയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും അജീർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ സേവ് CPI CMP ലയന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപക്ഷത്ത് നിൽക്കേണ്ട ഇടത് പാർട്ടികൾ തീവ്ര വലതുപക്ഷ വർഗീയ നിലപാടാണ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും CA അജീർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചുകാലമായി ഇരു പാർട്ടികളും അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഉൾപാർട്ടി വിമർശനവും ജനാധിപത്യവും നഷ്ടപ്പെട്ട പാർട്ടികൾ വിമർശിക്കുന്നവരെ വിരോധികളായാണ് കാണുന്നത്. രാജാവും അനുചരന്മാരുമായി ഇടതു പാർട്ടികൾ മാറിയതാണ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടാൻ ഇടയാക്കിയത്. സ്വജനപക്ഷപാതവും വർഗീയ നിലപാടുകളും അഴിമതിയും ഇന്ന് CPMനെ തിരിഞ്ഞ് കൊത്തുകയാണെന്നും CA അജീർ പറഞ്ഞു. രാജാവ് 2ാം സ്ഥാനത്ത് വരുന്നു. ജനസംഘം പോലുള്ള പാർട്ടികളുടെ പിൻബലത്തോടുകൂടിയാണ് വന്നത്. അല്ലെങ്കിൽ ജനതാ പാർട്ടിയിൽ നിന്നും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയവരുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗാണ് ഇതിന് കാരണക്കാർ എന്ന് പറഞ്ഞ് അന്നത്തെ LDFന്റെ അകത്തുണ്ടായ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ ഒഴിവാക്കി. അപ്പൊ തന്നെ MPR ചോദിച്ചു, ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയാണ് മുസ്ലിം ലീഗിൽ? എന്നിട്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നില്ല? അതുകൊണ്ട് വരട്ട് തത്വവാദം പറയരുത് എന്ന രീതിയിലാണ് EMSനോട് 11ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനത്തിൽ എറണാകുളത്ത് ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യം. ആ രാഷ്ട്രീയ രേഖയിൽ ഇങ്ങനെയുള്ള പാലക്കാടുകാരൻ ഇന്ന് ജന്മദിനം ആചരിക്കുന്ന ശിവദാസ് മേനോടൊപ്പം ആ രാഷ്ട്രീയ രേഖയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് കേരളത്തിൽ 2 പ്രബലമായ ന്യൂനപക്ഷങ്ങളുണ്ട്. 23-24% വരുന്ന മുസ്ലിം ജനവിഭാഗം, 20-21% വരുന്ന ക്രൈസ്തവ ജനവിഭാഗം. പാർട്ടി പദവികൾ സാമ്പത്തിക ലാഭത്തിനും കള്ള കച്ചവടത്തിനും എതിർക്കുന്നവരെ ഇല്ലാതാക്കാനും ഉപയോഗിച്ചതിന്റെ ഫലമായാണ് ജില്ലയിൽ സേവ് CPIയും DMFയും രൂപീകരിക്കാനിടയായത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഇരു പാർട്ടികളിലും നിൽക്കാനാവില്ല. CMPയിലേക്ക് കൂടുതൽ പേർ വരുമെന്നും അജീർ പറഞ്ഞു. സേവ് CPIയിൽ പ്രവർത്തിക്കുന്ന 800ഓളം പേർ CMPയിൽ പ്രവർത്തിക്കുമെന്നും പാലോട് മണികണ്ഠനും അറിയിച്ചു. പാലക്കാട് സ്വകാര്യ ആദിവാസി ഭൂമികൾ CPI നേതാക്കൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും പാലോട് മണികണ്ഠൻ ആവശ്യപ്പെട്ടു. ലയന സമ്മേളനത്തിൽ TU ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, P കലാധരൻ, VA റഷീദ്, കബീർ പരുത്തിപ്പുള്ളി, ധർമ്മദാസ്, T മുസ്തഫ, സലാം ഒറ്റപ്പാലം, ബിജോയ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലോട് മണികണ്ഠൻ, TU ജോൺസൺ എന്നിവരെ CMP സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് ദുരിതത്തിലേക്കെന്ന് ജീവനക്കാരുടെ മുന്നറിയിപ്പ്. ഇതിനു കാരണം ഓവർലോഡാണ്. പ്രിയദർശിനി യാത്ര വന്നതിനു ശേഷമാണ് യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവുണ്ടായിരിക്കുന്നത്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ പറയുന്നു. നിയമപ്രകാരം കൊണ്ടുപോകാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം 64. ഇപ്പോഴാകട്ടെ ഓടുന്നത് 100ഉം 120ഉം യാത്രക്കാരെ വെച്ച്. ഇതിൽ 80 മുതൽ 90% യാത്രക്കാർ സ്ത്രീകൾ. യാത്രക്കാരുടെ ക്രമാതീത വർധനവ് പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതിനു ശേഷം. വിഷയം ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ സംഘടനയായ ഇൻഡിപെൻഡൻസ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് CMDക്കും ചാലക്കുടി യൂണിറ്റ് അധികാരിക്കും ഉൾപ്പെടെ കത്ത് നൽകി. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള 80 കിലോമീറ്റർ ദൂരം ഒറ്റവരി പാതയാണ്. ഒരു വശം വലിയ കൊക്കയുള്ള ഈ പാതയിൽ 9 ഹെയർ പിൻ വളവുകളുണ്ട്.
ഓരോ ഹെയർ പിൻ വളവുകളും കടക്കണമെങ്കിൽ ഒറ്റ തവണയെങ്കിലും ചുരുങ്ങിയത് ബസ് പുറകോട്ടെടുക്കണം. ഓവർലോഡ് മൂലം ബസ്സുകൾ പുറകോട്ടെടുക്കുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുന്നില്ല എന്ന് ഡ്രൈവർമാർ പറയുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ഒരു ദിവസം ഓടുന്നത് 4 KSRTC ബസ്സുകൾ. പല ബസ്സുകളും 15 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. 11 മണിക്ക് ചാലക്കുടിയിൽ നിന്നുള്ള സർവീസ് പുനരാരംഭിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ ഈ റൂട്ടിൽ ഓടിക്കണമെന്നും ജീവനക്കാർ പറയുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാരുടെ മുന്നറിയിപ്പ്. ഇത് വളരെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. കാരണം അതിരപ്പള്ളിക്ക് ശേഷം മലക്കപ്പാറ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 70 കിലോമീറ്ററോളം വരും. ഈ ദൂരം മുഴുവൻ സിംഗിൾ റോഡാണ്. 2 വണ്ടികൾ പരസ്പരം ഒരേ സമയം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണവശാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് സൈഡ് കൊടുക്കേണ്ടി വന്നാൽ പല സ്ഥലങ്ങളിലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മാത്രമല്ല റിവേഴ്സ് കൊണ്ടുവന്നിട്ട് വേണം പലപ്പോഴും സൈഡ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഓവർലോഡുമായി പോകുന്ന ഇത്തരം 100-നും 120-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 100-ൽ പല യാത്രയൊക്കെ കൊണ്ട് സർവീസ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം റോഡിൽ നിന്നും സൈഡ് ഇറക്കി വണ്ടി സൈഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും മണ്ണിൽ പൂണ്ടുപോകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലവിൽ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബസ്സുകൾ കയറുന്നില്ലെങ്കിലും കോട്ടായിലെ മിനി ബസ് സ്റ്റാൻഡ് മറ്റു വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമായതിൽ ആശ്വാസം. ഫെബ്രുവരി 27 ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാതെ പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കോട്ടായി സെന്ററിൽ വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈൻ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കനാലിന് മുകളിൽ നിർമ്മിച്ച മിനി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ബസ്സുകളൊന്നും കയറുന്നില്ലെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യമായതിൽ ആശ്വാസപ്പെടുകയാണ് പ്രദേശവാസികൾ. ഫെബ്രുവരി 27 കെ രാധാകൃഷ്ണൻ MP-യാണ് മിനി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. എന്നും ഗതാഗത തിരക്കുള്ള കോട്ടായി സെന്ററിൽ ബസ്സുകൾ ഇന്നും പാതയോരത്ത് തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ മുൻവശം ചേറും ചളിയും നിറഞ്ഞ് മിനി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാൽനടക്കാർ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴുമെന്നാണ് സ്ഥിതി. കോടികൾ മുടക്കി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ട് ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയാണെന്നും ചെളി നിറഞ്ഞതിനാൽ യാത്രക്കാർക്ക് കയറി നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെയും പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെയും വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് കലാമണ്ഡലത്തിന് സമീപം അവസാനിക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി നിർവഹിച്ചു. കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്, മഴയൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഇന്ന് തന്നെ നടത്തേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് നമുക്കത് നീട്ടിവെച്ചുകൂടാ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടന്നിട്ട് പകരാനിടയുള്ള പകർച്ചവ്യാധികൾ ഒഴിവാക്കുക. അപ്പോൾ കൊതുകിന് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മറ്റു തരത്തിലുള്ള എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ളതൊക്കെ പകരാനുള്ള സാധ്യതകൾ ഇപ്പോൾ മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ തടയാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ T ഷീജ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ രമേശ് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വ്യാപാരി വിജയ് അവാർഡും ഖാലിദ് മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും നടത്തി. ഇതോടൊപ്പം ചേലക്കര MLA യുവർ പ്രദീപിന് സ്വീകരണവും നൽകി. മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടത്തിയ പ്രതിഭാ പുരസ്കാര സമർപ്പണം ചേലക്കര MLA യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മദ്യമയക്കുമരുന്നുകളുടെ സാധ്യത തടയാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ നല്ല പദ്ധതി കുറിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതൊരു കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് മാറി നിൽക്കുന്നതല്ല. എല്ലാ ആളുകളും ഒരുമിച്ച് അത്ര പദ്ധതിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന എനിക്കും പെൺകുട്ടികൾ, എൻ്റെ കുട്ടി വീട്ടിൽ പോയി പുറത്ത് പോയാൽ തിരിച്ചു വരുമ്പോൾ അവർ ആ മോള് നോർമലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് എല്ലാ രക്ഷിതാക്കളെ കൊണ്ടും ഒരു പ്രയാസമാണ്. ഇന്ന് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളെ പോലും അറിയാതെ വഴിതെറ്റിക്കാൻ ഒരു സമൂഹം ആളുകളുണ്ട്.
ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഉഷാകുമാരി, KK അബ്ദുൽ ഗഫൂർ, PM ഹംസ, CM ഷംസുദ്ദീൻ, CS നൌഫൽ, PS രാഘവൻ, MK ഗോപിനാഥൻ, KM മുഹമ്മദ് അബ്ദുൽ സലാം, അഖിൽ ജോസ്, ധന്യ ഷിബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയലക്കിടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മരക്കാർ മുരുക്കുംപറ്റ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നൽകി. ജില്ലാ സെക്രട്ടറി മരക്കാർ മുരുക്കുംപറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK അബ്ദുൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് പാലേരി, ജനറൽ സെക്രട്ടറി PV ബഷീർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷക്കീർ ഹുസൈൻ, സെയ്ദുപ്പ, VM സ്വാലിഹ്, അമീർ ഹംസ, ശിവൻ, PK ഷറഫുദ്ദീൻ, അബ്ദുൽ സലാം, ഷൗക്കത്ത്, ഇമ്പിച്ചുകോയ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരി മണ്ഡല നേതാക്കൾക്കുള്ള സ്വീകരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 1 വൈകിട്ട് 7 മനുശ്ശേരി CRC ഹാളിൽ നടക്കും. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ ഉൾപ്പെടെ മുൻഗണന നൽകുന്ന പ്രവർത്തന പദ്ധതികളാണ് പുതിയ ഭരണസമിതി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 1 രാത്രി 7 മണിക്ക് മനശ്ശേരി CRC ഹാളിലാണ് സംഘടിപ്പിക്കുക. പ്രസിഡന്റ് K സതീഷ് നായർ, വൈസ് പ്രസിഡന്റ് MG K മേനോൻ, ജോയിന്റ് സെക്രട്ടറി രമേശ് ബൈജു, ട്രഷറർ സുനിൽ ശിവശങ്കരൻ എന്നിവരടങ്ങുന്ന ഭാരവാഹികളാണ് സ്ഥാനമേൽക്കുക. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് റൊട്ടേറിയൻ MTS സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയാവും. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഇടപെടലുകൾ, യുവജന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പ്രവർത്തന പദ്ധതികളാണ് പുതിയ ഭരണസമിതി അവതരിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Incinerators for female students, promotion of biodegradable sanitary napkins, in a road safety awareness. That's a major program what we are trying to achieve the next year, coming year. Road safety awareness program and safe driving counseling program. In a major item, ഇക്കൊല്ലം നമ്മൾ already 3 housing project already completed ആണ് under ചിറ്റ്നപ്പള്ളി ഫൗണ്ടേഷൻ. അപ്പോൾ അടുത്ത കൊല്ലം കൂടിയും ഇപ്പോൾ ഇന്നലെ കിട്ടിയ ന്യൂസ് അനുസരിച്ചിട്ട് we already may get an approval for another 3 projects. 3 housing projects in the coming year, 26-27 or 3. അപ്പോൾ അതാണ് ഈ കൊല്ലത്തെ മേജർ ഫോക്കസ് ഏരിയ. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ K സതീഷ് നായർ, വീനസ് മേനോൻ, R മധുസൂദനൻ, CP ബൈജു, MG K മേനോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഇടത് ആശയങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് CPM നിലപാടാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ. CPM-നോട് വിധേയത്വ നിലപാട് സ്വീകരിച്ചത് CPI-യെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്നും CA അജീർ. പാലക്കാട് ജില്ലയിലെ സേവ് CPI CMP ലയന സമ്മേളനം പാലക്കാട്ട്. ചാലക്കുടി മലക്കപ്പാറ KSRTC ബസ്സുകൾ ഓടുന്നത് ദുരിതത്തിലേക്കെന്ന് മുന്നറിയിപ്പുമായി ജീവനക്കാർ. കാരണം സൂചിപ്പിക്കുന്നത് പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതിനു ശേഷം യാത്രക്കാരുടെ ക്രമാതീതമായ വർധനവുണ്ടായ സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കത്ത് നൽകി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്നും ജീവനക്കാർ. കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാലിന് മുകളിൽ 1 കോടി ചെലവിൽ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ലെന്ന് ആക്ഷേപം. കോട്ടായി സെന്ററിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷൻ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 3 മാസം മുൻപ്. ബസ്സുകൾ കയറാത്തതിനാൽ മറ്റു വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് കൈയടക്കി. ബസ് സ്റ്റാൻഡ് ഉടൻ ഉപകാരപ്രദമാക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.